എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വൈദ്യുത ഉപഭോഗ നിരക്കിലെ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇളവുകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിശദാംശങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. KSEB ഭിന്നശേഷിക്കാർക്കും ക്യാൻസർ രോഗികൾക്കും വൈദ്യുത നിരക്കിൽ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ താരിഫ് ഉത്തരവ് പ്രകാരമാണ് ഭിന്നശേഷിക്കാരും ക്യാൻസർ രോഗികളും താമസിക്കുന്ന വീടുകൾക്ക് താരിഫിൽ പ്രത്യേക ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2024 ഡിസംബർ 5 മുതൽ 2027 മാർച്ച് 31 വരെ ഇളവുകൾ ബാധകമാണ്. നമുക്ക് ഇളവുകൾക്ക് വേണ്ടി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് പരിശോധിക്കാം. ഭിന്നശേഷിക്കാരോ ക്യാൻസർ രോഗികളോ താമസിക്കുന്ന വീടുകളിലെ പ്രതിമാസ ഉപഭോഗത്തിന് പ്രധാനമായിട്ടും 100 യൂണിറ്റ് ഉപഭോഗം വരെ പ്രതി യൂണിറ്റിന് ₹1.50 എന്ന കുറഞ്ഞ നിരക്കാണ് താരിഫ് ഉത്തരവ് പ്രകാരം നൽകേണ്ടി വരുന്നത്. 100 യൂണിറ്റിന് മുകളിൽ വരുന്ന ഉപഭോഗത്തിന് താരിഫ് സ്ലാബ് പ്രകാരമുള്ള നിരക്ക് ബാധകമാകുന്നതാണ്. നമുക്ക് ഉദാഹരണം എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് പരിശോധിക്കാം. പ്രതിമാസ ഉപഭോഗം 135 യൂണിറ്റ് ആണെന്ന് ഇരിക്കട്ടെ. നമുക്ക് ആദ്യം 100 യൂണിറ്റ് വരെ പ്രധാനമായിട്ടും ₹1.50 നിരക്കിൽ കണക്കാക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ 100 യൂണിറ്റിന് 150 രൂപയാണ് നൽകേണ്ടത്. അടുത്തുള്ള 35 യൂണിറ്റ് നമുക്ക് കണക്കാക്കുമ്പോൾ 35 × 5.35 ഇത് കണക്കാക്കുകയാണെങ്കിൽ 187.25 രൂപ വരുന്നതാണ്. അങ്ങനെ ആകെ 150 + 187.25 കണക്കാക്കുമ്പോൾ നമുക്ക് 337.25 രൂപ വൈദ്യുത ബില്ലായിട്ട് അടയ്ക്കേണ്ടി വരുന്നതാണ്. നമുക്ക് ആർക്കൊക്കെയാണ് ഇതിൻ്റെ ആനുകൂല്യം ലഭ്യമാകുന്നതെന്ന് പരിശോധിക്കാം. 40% അതിലധികമോ സ്ഥിരമായിട്ട് ഭിന്നശേഷിയുള്ളവരോ ക്യാൻസർ രോഗികളോ താമസിക്കുന്ന 2000 വോട്ടോ അല്ലെങ്കിൽ അതിന് താഴെയോ കണക്റ്റഡ് ലോഡുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് ഈ ഇളവ് ലഭ്യമാണ്. എങ്ങനെയാണ് നമുക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതെന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് ഉപഭോക്താവിൻ്റെ അപേക്ഷ നമ്മൾ ഇതിനോടൊപ്പം നൽകേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഭിന്നശേഷിയുള്ള അല്ലെങ്കിൽ ക്യാൻസർ രോഗിയായിട്ടുള്ള വ്യക്തി ഉപഭോക്താവിൻ്റെ കൂടെ താമസിക്കുന്ന ആളാണെന്ന് തെളിയിക്കുന്നതിനുള്ള രേഖ നൽകേണ്ടതാണ്. ഭിന്നശേഷി അല്ലെങ്കിൽ ക്യാൻസർ രോഗിയായിട്ടുള്ള വ്യക്തിയുടെ പേരിലാണ് വൈദ്യുത കണക്ഷൻ എങ്കിൽ നമുക്കിത് പ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരുന്നതല്ല. ഭിന്നശേഷിക്കാരനാണെങ്കിൽ 40% അതിലധികമോ സ്ഥിര ഭിന്നശേഷി ഉണ്ടെന്ന് തെളിയിക്കുന്ന മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ക്യാൻസർ രോഗിയാണെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രമുഖ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റും ഇതിനോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന BPL സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വാർഷിക വരുമാനം 50,000 രൂപയിൽ താഴെ എന്ന് തെളിയിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ് നമുക്കിവിടെ ഹാജരാക്കേണ്ടതാണ്. നമുക്ക് വൈദ്യുത നിരക്ക് പ്രകാരം എങ്ങനെയാണ് വിതരണ ഓഫീസുകൾ വിതരണം ചെയ്യുന്നതെന്ന് പരിശോധിക്കാം. മേൽപ്പറഞ്ഞ രേഖകളോടൊപ്പമുള്ള അപേക്ഷകൾ പരിശോധിച്ച് ഫീൽഡ് ഇൻസ്പെക്ഷൻ നടത്തി ഉപഭോക്താവിൻ്റെ കണക്റ്റഡ് ലോഡ് 2 കിലോവാട്ടിന് മുകളിലല്ല എന്ന് ഉറപ്പാക്കുന്നതാണ്. അതിനുശേഷം ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ സെക്ഷൻ ഇനിഷ്യേറ്റഡ് ആയിട്ട് ഉപഭോക്താവിൻ്റെ പർപ്പസ് ഡൊമസ്റ്റിക് ക്യാൻസർ അല്ലെങ്കിൽ ഡിസേബിൾഡ് എന്നാക്കി മാറ്റുന്നതാണ്. തുടർന്ന് വരുന്ന ബില്ലുകളിൽ ഉപഭോക്താവിന് ഇളവുകൾ ലഭിച്ചു തുടങ്ങുന്നതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്തെത്തിക്കുവാനും ശ്രമിക്കുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.